ഗുണ്ടാ നേതാവിന് വീട്ടിൽ വിരുന്ന് അറേഞ്ച് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴിതാ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാബുവിന് സസ്പെൻഷൻ. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന് വിരുന്ന് ഏർപ്പെടുത്തിയത് വിവാദമായ സംഭവത്തോടുകൂടിയാണ് നടപടി. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എബി ചേരുകയാണ്. എബി, എന്തൊക്കെയാണ് സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? അജിംഷാദ് ഇയാളെ സസ്പെൻഡ് ചെയ്യണമെന്നല്ല, ഈ ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്യണമെന്ന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വേഗത്തിൽ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ ഗുണ്ടാ നേതാവിന്റെ ആതിഥ്യം സ്വീകരിച്ച് അവരുടെ സൽക്കാരങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളതായിരുന്നു ഇയാൾക്കെതിരെയുള്ള കുറ്റം. ഇയാളും ഒപ്പം തന്നെ ബാക്കി 3 പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അതിൽ ഒരു പോലീസ് ഡ്രൈവറും ഒരു CPOയും ഇന്നലെ തന്നെ സസ്പെൻഷനിലായിരുന്നു. ഒപ്പം മറ്റൊരാളുള്ളത് ക്രൈംബ്രാഞ്ചിൽ തന്നെ ഇയാളുടെ കൂടെയുള്ള ഈ ഡിവൈഎസ്പിയുടെ കൂടെ തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ആ ഉദ്യോഗസ്ഥനെ വീണ്ടും പോലീസിലേക്ക് തിരിച്ചെടുത്തതിന് ശേഷം അയാൾ ഡെപ്യൂട്ടേഷനിലാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിലുള്ളത്. പോലീസിലേക്ക് തിരിച്ചെടുത്തതിന് ശേഷമായിരിക്കും അയാളുടെ എതിരെയുള്ള നടപടിയുടെ കാര്യത്തിൽ തീരുമാനമാവുക. എന്തായാലും ഡിവൈഎസ്പിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആലുവ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഗുരുതരമായിട്ടുള്ള പിഴവാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാരിന്റെയും പോലീസിന്റെയും പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്ന നിലയിലുള്ള നടപടിയാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം എന്നുള്ളതായിരുന്നു ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്നലെ വൈകിട്ടോട് കൂടി തന്നെ ഈ റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇന്നലെ രാവിലെ തന്നെ പ്രാഥമികമായിട്ട് റിപ്പോർട്ട് ഈ SP ഓഫീസിൽ നിന്നും പോയിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥന്റെ ഡിവൈഎസ്പിയുടെ സസ്പെൻഷൻ അല്ലെങ്കിൽ DSPക്ക് സസ്പെൻഷൻ നൽകണമെന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഭവമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ മുഖ്യമന്ത്രി ഇടപെടുന്ന ഒരു സാഹചര്യമില്ല. അതിൽ തന്നെ ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത്രമാത്രം സർക്കാരിനെയും പോലീസിനെയും പ്രതിസന്ധിയിലാക്കുകയും പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നേരത്തെയും ഈ ഉദ്യോഗസ്ഥനെതിരെ നിരവധിയായിട്ടുള്ള വിവാദങ്ങൾ, ഇത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇയാൾ ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചിലാണ് ജോലി ചെയ്യുന്നത്. നേരത്തെ എറണാകുളത്തായിരുന്നു. ഇലക്ഷന് തൊട്ട് മുമ്പാണ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട അയാളെ ആലപ്പുഴയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ 4 ദിവസം, അതായത് 31-ാം തീയതി റിട്ടയർ ആകേണ്ട ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ ഡിവൈഎസ്പി എന്ന് പറയുന്നത്. ഈ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട അവധിയിൽ തുടരുന്ന ഒരു ഘട്ടത്തിലാണ് ഇയാൾ ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ച് അവരുടെ സൽക്കാരത്തിൽ പങ്കെടുത്തത്. അത് തന്നെയാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും ഗൗരവമുണർത്തുന്ന ഒരു കാര്യവും. നേരത്തെ എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന ഘട്ടത്തിലും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ചില പരിപാടികളൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട്. എന്തായാലും ഇയാളെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി ഇന്നലെ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് വകുപ്പ് കടന്നിരിക്കുകയാണ്. അജിംഷാദ്. ശരി, എബി തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ സംഘടിപ്പിച്ച പാർട്ടിയിൽ വിരുന്നിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പങ്കെടുത്ത സംഭവത്തിൽ വിവാദമായതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവായിരിക്കുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി എബി നൽകിയത്.